പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മളെ ഇടുക്കിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാട്ടോ. അതായത് പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞി പൂത്തു എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ്. പക്ഷെ അത് നീലക്കുറിഞ്ഞിയല്ല, മേട്ടുക്കുറിഞ്ഞിയാണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് വന്നതാട്ടോ. അപ്പോൾ വന്ന് ഞങ്ങൾ ആദ്യം പോയത് പരുന്തുംപാറ വ്യൂ പോയിന്റിലാട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വിഷ്വലാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല പച്ചയും ആകാശവും കോടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം മേട്ടുക്കുറിഞ്ഞി കറക്റ്റ് എവിടെ പൂത്തതെന്ന് അറിയില്ല, പരുന്തുംപാറയിലാന്ന് പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ്. മുണ്ടക്കയത്തൊരു പരിപാടിക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാട്ടെ ഞങ്ങൾ മേട്ടുക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം നമ്മളെ പരുന്തുംപാറയിലെ മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ ഇവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, കടകളും അധികം ഓപ്പൺ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇതാ അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഇതാ അങ്ങനെ നടന്നു പോട്ടെ, കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ 2 നാത്തൂന്മാരും നാത്തൂൻ്റെ മോളും ഇക്കായും അളിയനും ഞാനും മോനും ആയിരുന്നിട്ടുണ്ടായിരുന്നത്. വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ആൾക്കാരോട് അന്വേഷിച്ച് അവർ നമുക്ക് മേട്ടുക്കുറിഞ്ഞി നിൽക്കുന്ന സ്ഥലം പറഞ്ഞു തന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ വണ്ടി വിട്ടു. അപ്പോൾ ദാ നമ്മൾ പരുന്തുംപാറ പോകുന്ന വഴി അങ്ങോട്ട് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു മലനിരയിലായിട്ട് നമ്മൾ മേട്ടുക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ റോട്ടിൽ നിന്ന് വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് അത്യാവശ്യം കുറച്ച് കയറി പോരാനുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ നീലക്കുറിഞ്ഞിയല്ല മേട്ടുക്കുറിഞ്ഞിയാന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും വന്ന് ഒരുപാട് കാലമായിട്ടോ അങ്ങനെ കാണണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇടുക്കിയിലുണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടെ വന്നതാണ്. അപ്പോൾ നമുക്ക് വിഷ്വലൊക്കെ ഒന്ന് കണ്ടു. ഇടുക്കി ജില്ലയിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ സന്ദർശിക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മളെ മേട്ടുക്കുറിഞ്ഞി ഇതാ നിൽക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ഒരു വകഭേദം തന്നെയാണ് കേട്ടോ ഈ മേട്ടുക്കുറിഞ്ഞി. അപ്പം ദാ ഈ കുന്നിൻ ചെരുവ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് റിസ്ക്കാണ്, കാല് സ്ലിപ്പാവും. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കുകൾ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ മേട്ടുക്കുറിഞ്ഞി പൂക്കൾ പറിക്കാതിരിക്കുക. അത് പറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ കാണാൻ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാ കണ്ടോ, പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആൾ തന്നെ പറിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അടക്കം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പോയി. അപ്പം ഇനി ഇവിടെ വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക. ഇടുക്കിയിൽ ഇതുപോലെ തന്നെ നമ്മളെ കല്യാണത്തണ്ട്, അതായത് നമ്മളെ കാൽവരി മൗണ്ടിൽ പൂത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പുല്ലുമേട് കുന്നിൻ ചെരുവുകളിലും നീലക്കുറിഞ്ഞി നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ പറയും ഇത് നീലക്കുറിഞ്ഞിയാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് നീലക്കുറിഞ്ഞി തന്നെ വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ പറഞ്ഞു മേട്ടുക്കുറിഞ്ഞിയാന്നുള്ളത്. എന്താന്നുള്ളത് നമുക്കറിയില്ല, ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം 1 മാസത്തോളമൊക്കെ ഇത് ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ വാടിപ്പോവായിരിക്കും, ഇനി കുറേ പൂക്കൾ വിരിയാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടുക്കി വാഗമണ്ണ് പരുന്തുംപാറ വരുന്ന ആൾക്കാരൊക്കെ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം എന്തായാലും കണ്ടിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.